എന്താ ബാലണ്ണ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല മോളെ, മാനസിക നില തെറ്റുന്ന ബാലനെ ആശ്വസിപ്പിക്കാൻ രവിയും മയിലും ശ്രമിക്കുന്നു. കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി പൂക്കോടിയും നകുലനും പോലീസ് സ്റ്റേഷനിലെത്തുന്നു. മനസ്സജനും കുട്ടിമണിയും കുഞ്ഞുമണിയുമായുള്ള യാത്ര തുടരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വയലോരം വീട്ടിലെത്തുന്നു. തുടർന്ന് കാണുക. സാറെന്താ നഷ്ടപ്പെട്ട ഞങ്ങളെ മനസ്സിലാക്കാത്തത്? ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്തത്? ഞങ്ങളുടെ വികാരം മനസ്സിലാക്കാത്തത്? നീ ഒരു വികാര ജീവിയാണെന്ന് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അതവിടെ നിൽക്കട്ടെ. കുഞ്ഞവരുടേതാണെന്ന് മനസ്സജനും കുട്ടിമണിയും പറയുന്നത് സാർ, അവരല്ലല്ലോ പറഞ്ഞത്, മതികളാക്കാവാ പറഞ്ഞത്. അത് വെച്ച് ഡോക്ടറിനോട് ചോദിച്ചു, കുഞ്ഞിനെ തട്ടിയെടുത്ത സ്ത്രീയോടും ചോദിച്ചു. അവരെല്ലാരും ഒരേ കാര്യം തന്നെ പറഞ്ഞു. അവരൊക്കെ ഇപ്പൊ ഒളിവിലാ. അവരെ ഒന്നും മുന്നിൽ കൊണ്ട് നിർത്താൻ കഴിയുന്നില്ല. കുട്ടിമണിയുടെ കുഞ്ഞാണെന്ന് അവരെല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു. സാറിന് ഉറപ്പില്ലേ അത് കുട്ടിമണിയുടെ കുഞ്ഞാണെന്ന്? എന്റെ ഉറപ്പിന് ഇവിടെ പ്രസക്തിയൊന്നുമില്ലല്ലോ. അന്വേഷിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാ. കാരണം പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടത് ഒരു പോലീസുകാരന്റെ കടമയാണ്. ആ ബാലനെ വിളിച്ചിറക്കവനെ ഇങ്ങോട്ട്. മോനെ നകുല, നല്ല മലയാളം ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. തന്തയും മേടിക്കും മോനും മേടിക്കും. വിളിക്കാനും അറിയാം, ഇറക്കാനും എനിക്കറിയാം. മനസ്സിലായോ? പറഞ്ഞു കേട്ടില്ലേ? ആ ബാലനെ വിളിച്ചിറക്ക്. വിളിക്കാം. അതെ, എല്ലാവരോടും കൂടിയാ. ബാലൻ വരുമ്പോ ഞാൻ ചോദിച്ചോളാം ചോദ്യങ്ങൾ. എന്റെ തോളിൽ 3 നക്ഷത്രങ്ങൾ ഇരിക്കുന്നത് കണ്ടോ മാമാ? കണ്ടോ? കണ്ടോടോ? ഇതേ ആകാശത്തുനിന്ന് അമ്പിളിമാൻ താഴോട്ട് ഇട്ട് നല്ല ഇത് എടുത്തോന്ന് പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയതാ. ഈ നക്ഷത്രത്തിനൊരു കുഴപ്പമുണ്ട്. ഇത് അധികാരത്തിന്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ എന്റെ മുമ്പിൽ കിടന്ന് ഷൈൻ ചെയ്താൽ മൂക്കിനിട്ട് ഞാനൊരു ഇടിയടിക്കും. അപ്പൊ ഈ നക്ഷത്രത്തിന്റെ മിനിയേച്ചർ തലയിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങും. മനസ്സിലായോ? ബാല, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. സാറേ, അവൻ വരത്തില്ല. അവൻ ചിലപ്പോ പുറകെ കൂടെ ഇറങ്ങി ഓടും. 2 പോലീസുകാരെ പുറകിലേക്ക് വിടുന്നതാ നല്ലത്. ഇയാളെ സമ്മതിക്കത്തില്ലല്ലോ. ഇയാൾ നേരത്തെ എവിടെയായിരുന്നു? NSG-യിലായിരുന്നു. കമാൻഡോ ഓപ്പറേഷന്റെ ചീഫായിട്ട്. മൊത്തത്തിൽ അങ്ങോട്ട് സ്കെച്ച് ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ബാലിന് അങ്ങനെ ഇറങ്ങി ഓടേണ്ട കാര്യം എന്നാ? ഇയാളുടെ വലുത് മോഷ്ടിച്ചില്ലേ? സ്വന്തം കുഞ്ഞിനെ തന്നെ മോഷ്ടിച്ച് പെങ്ങൾക്ക് കൊടുത്ത പെരുങ്കള്ളൻ. പെരുങ്കള്ളാണ്? നിന്റെ അപ്പനെ വിളിയടാ പെരുങ്കള്ളാന്ന്. നിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇയാള് കാണിച്ച മാതിരിയുള്ള കള്ളത്തരമൊന്നും ഇവിടെ ആരും കാണിച്ചിട്ടില്ല കേട്ടോ സാറേ. സാറിന് അറിയാവോ ഒരു കാര്യം? ഇയാളുടെ അനന്തരവളെ ഈ പറയുന്ന സീതയെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടു. ഇവരെന്ത് വലിയ കള്ളം മറച്ചു വെച്ചിട്ടാ ഈ കല്യാണം നടത്തിയെന്ന് അറിയാമോ? അതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്തിനാ? ആ പറയുമ്പോഴെല്ലാം പറയണം. എന്റെ ചെറുക്കനെ പെരുങ്ങളാന്ന് വിളിക്കാൻ നിങ്ങൾ ആരാ? ഹരിചന്ദ്രനോ? ആദ്യം ഒരു കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയവളാ സീത എന്നുള്ള കാര്യം മറച്ചു വെച്ചാ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. എന്നിട്ട് നിന്ന് വലിയ വർത്തമാനം പറയും സത്യസന്ധന്മാരെല്ലാം കൂടി നിന്നിട്ട്. അതേടാ, നാക്ക് തന്നെടാ. അതെ, 2 സീനിയർ സിറ്റിസണോടും കൂടി ചേർത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇടയ്ക്കിടന്ന് ചിലക്കരുത്. ഞങ്ങൾ പോലീസുകാർ നിങ്ങളുടെ കോക്കാമ്പിച്ച് കേൾക്കാനല്ല വന്നിരിക്കുന്നത്, ഫുൾ ബറ്റാലിയനായിട്ട്. ബാലനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതിനാ വന്നേ. പാണ്ടിപ്പെണ്ണ് കയറി കയ്യിലൊക്കെ പിടിച്ചു തുടങ്ങിയോ? ഇതിപ്പോ കല്യാണ മണ്ഡപത്തിന് വലം വയ്ക്കുന്ന പോലെ ഉണ്ടല്ലോ. കൊഞ്ചം മര്യാദയാ പേസ്. പ്രായത്തിനനുസരിച്ചുള്ള വർത്തമാനം പറ, ഇല്ലെങ്കിൽ ഞാനിതൊന്നും ക്ഷമിച്ചെന്ന് വരില്ല. നീ എന്തിയോടി? നിന്റെ അപ്പായെ ഞാൻ ഇവിടെ ഇട്ട് തല്ലും. കാണണം നിനക്ക്? വേണ്ട, പ്രകോപനൊന്നും വേണ്ട. നിർത്തിക്കോ, 2 നിർത്തിക്കോ. സർ, ബാലേട്ടന്റെ മാനസികാവസ്ഥ അത്ര ശരിയല്ല. പരസ്പര വിരുദ്ധമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളാകെ ഭയന്നിരിക്കുക സർ. മനസ്സിനേറ്റ ഷോക്കാണെന്ന് തോന്നുന്നു. അതൊന്ന് ശരിയായിട്ട് പോരെ സർ, ഈ ചോദ്യം ചെയ്യലൊക്കെ? ഇതൊക്കെ അവന്റെ അഭിനയമാ സാറേ. ഇവൻ ഭ്രാന്ത് അഭിനയിക്കും. വേണമെങ്കിൽ ഇവിടെ ബോധം കെട്ട് വീണും കാണിക്കും. സാറ് കാര്യം ചോദിക്കും സാറേ. കാര്യമൊക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞോളാം സാറേ. സാർ അതുവരെ ഇടക്കേറി ഇടപെടായിരുന്നാ മതി. ഓക്കെ? എന്താ ബാലൻ, നിങ്ങള് കുഞ്ഞിനെ എടുത്തു കൊടുത്താണോ കുട്ടിമണിക്ക് മനസ്സിലായി?
എടുത്തു കൊടുത്തതാണെന്നോ അല്ലെന്നോ? കൊടുത്തതാ. എന്തിനാ നീ നിന്റെ കുഞ്ഞിനെ എടുത്തു കൊടുത്തത്? സ്വന്തം കുഞ്ഞിനെടുത്ത് ആരെങ്കിലും കൊടുക്കൂ? ബാലൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് ബാലന് തോന്നുന്നില്ലേ? ഇല്ല, ഞാൻ ചെയ്തത് ശരിയാ. ആ കുഞ്ഞ് കുട്ടിമണിയുടെ കുഞ്ഞാ അത്. എടാ പിന്നെ നീ കള്ളത്തരം പറയുന്നു. നിന്റെ പെങ്ങളുടെ ഭ്രാന്ത് മാറ്റാനായിട്ടേ ഞങ്ങളുടെ കൊച്ചിന്റെ ജീവിതം ബലിക്കലിൽ വെച്ചിട്ട് പിന്നെ നിന്ന് ന്യായീകരിക്കുന്നു. പൊന്ന നാറി. സാറേ, ഞാൻ പോയ ഡോക്ടറെ കണ്ടിരുന്നു. അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെന്റെ കുഞ്ഞല്ല, കുട്ടിമണിയുടെ കുഞ്ഞാ. അല്ല സാറേ, സാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാ വന്നതല്ലേ? സാറ് കൊണ്ടുപോയിക്കോ. മുമ്പ് എന്നെ ലോക്കപ്പിൽ കൊണ്ടുപോയി ഇടിച്ച പോലെ ഇടിച്ചു. എന്നിട്ട് നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്നെ അങ്ങ് തൂക്കിക്കൊല്ലണം സാറേ. എനിക്ക് മടുത്തു സാറേ ജീവിതം. ഞാനിപ്പം രവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ, ഞങ്ങളുടെ അച്ഛൻ കണ്ടത്തി കിടന്ന് കന്നിനെ പോലെ പണിയെടുത്തിട്ടാ ഞങ്ങൾക്ക് ചോറ് തന്നെന്ന്. പാവം, ഇപ്പോഴും കണ്ടത്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. സാറ് വന്നു അറിഞ്ഞെങ്കിൽ അച്ഛനിപ്പോൾ ഓടി ഇങ്ങ് വന്നേനെ. അമ്മയാണെങ്കിൽ അച്ഛന് ചോറും കൊണ്ട് പോയേക്കുവാ. അല്ല, അവർ രണ്ടുപേരും ഇവിടെ ഇല്ലാതിരുന്ന നന്നായി. വന്നിരുന്നെങ്കിൽ എന്നെ ഇവിടെ പോലീസ് ചോദ്യം ചെയ്യുന്നൊക്കെ കണ്ടിട്ട് അവർ വിഷമിച്ചേനെ പാവങ്ങള്. നമ്മൾ മക്കൾക്ക് അച്ഛനമ്മമാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താ സാറേ? കുറച്ച് മനസ്സമാധാനം അല്ലേ? അല്ലാതെ ഇത്തിരി പണം സമ്പാദിച്ചു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? 4 നേരം മീനും മുട്ട ഇറച്ചിയൊക്കെ കൂടി ഇത്തിരി ചോറ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പട്ടിണിയാണെങ്കിലും ഇത്തിരി മനസ്സമാധാനം കിട്ടിയാൽ മതി. ചോദ്യം ചെയ്യൽ കഴിഞ്ഞോ സാറേ? കാരണം മഴ വരുന്നുണ്ടേ. മഴയ്ക്ക് മുമ്പ് പോയി അച്ഛനെ കൂട്ടിക്കൊണ്ട് വരണം. അച്ഛന് മഴയും വെയിലൊന്നും പ്രശ്നമല്ല. അച്ഛൻ പറയുന്നതേ, നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ മണ്ണിന്റെ മണമറിഞ്ഞും മഴ നനഞ്ഞും വെയിൽ കാഞ്ഞും മണ്ണി ചവിട്ടിയൊക്കെ ജീവിക്കണം എന്നാ. അല്ലെങ്കിൽ ഒരു ചാറ്റമ്പഴ അടിച്ചാലേ നമ്മളൊക്കെ അസുഖക്കാരാവുന്ന. സർ, ബാലണ്ണൻ ഇപ്പൊ ഇങ്ങനെയാ സംസാരിച്ചോണ്ടിരിക്കുമ്പോ റിയാലിറ്റിന്ന് പാസ്റ്റിലേക്ക് പോവും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുവാ ഞങ്ങള്. അഭിനയം, പെരുങ്കള്ളന്റെ അഭിനയം. അവൻ ചത്തുപോയ തന്തയുടെയും തള്ളയുടെയും പേര് പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റിയ. നിങ്ങളെ ഞാൻ ബാലേട്ടാന്ന് വിളിച്ചിട്ടുള്ളൂ. ഇനി ആ ബഹുമാനത്തിന്റെ ആവശ്യമില്ല. എടോ ക്നാപ്പ് ബാല, എവിടേക്കാണോ താൻ ഞങ്ങളുടെ കുഞ്ഞിനെ കൊടുത്തുവിട്ടത്? എനിക്കറിയത്തില്ല. ഇനി അറിയാമെങ്കിൽ തന്നെ ഞാൻ പറയത്തൂല. കുഞ്ഞിനെ കൊടുത്തു ബാലൻ സമ്മതിച്ചതിക്ക് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവാം. പിന്നെ DNA ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റും കുഞ്ഞ് യഥാർത്ഥത്തിൽ ആരുടേതാണ്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിന്റെ ചോര കുത്തിയെടുത്ത് ഒരു ടെസ്റ്റിനും ഞങ്ങൾ സമ്മതിക്കത്തില്ല സാറേ. പെരട്ട കിളവാ. ഒരു 7-8 പ്രാവശ്യം ഞാൻ വാൺ ചെയ്താണ് ഇടയ്ക്കിടന്ന് ചിലക്കരുത് എന്ന്. DNA ടെസ്റ്റ് എപ്പോ എവിടെ ചെയ്യണമെന്ന് അയ്യപ്പൻ കൂടി തീരുമാനിക്കും. അതിന്റെ ഇടയ്ക്കിടന്ന് ചിലച്ചാണ്ടല്ലോ 8 ഓടിച്ച് മടക്കി വീട്ടിലോട്ട് പറഞ്ഞേ കൊണ്ടുപോടോ. പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ വെളിയിൽ നിന്നെ കിട്ടൂടാ. അന്ന് നിന്നെ വണ്ടി കയറ്റി ഇറക്കടാ. എന്താടാ ഭീഷണിപ്പെടുത്തുക? സാറിപ്പോ പക്ഷം പിടിച്ചാ സംസാരിക്കുന്നത്. സാറിനെ പോലെ ഒരാൾക്ക് ഇത് ചേർന്നതാണോ എന്ന് ആലോചിക്കേ. അച്ഛനെ പിടിച്ചോണ്ട് പോടാ. അച്ഛാ വാ. സ്വാമി ശരണം. അപ്പോ കേസ് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോകും. എന്തെങ്കിലും വിവരം അവരെ കുറിച്ച് അറിഞ്ഞെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണം. പിന്നെ അവനോടൊന്ന് പറഞ്ഞേരെ, ഒന്ന് സൂചിപ്പിച്ചേരെ. കളി വലിയ കളിയാണ്. സർ, സ്വാമി ശരണം. പോലീസ് വന്നു. അമ്മ അച്ഛനോട് പറയാനൊന്നും പോണ്ട. അച്ഛൻ വിഷമിക്കും. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ കള്ളനാവരുത്, പിടിച്ചുപറിക്കാരനാവരുത്, മോഷ്ടിക്കരുത്, ആരെക്കൊണ്ട് മോശം പറയിപ്പിക്കരുത്, നിന്നെ തിരക്കി മുറ്റത്ത് പോലീസ് വരരുതെന്നൊക്കെ. പക്ഷേ ഇപ്പൊ ഇവിടെ പോലീസ് വന്നു, എന്നെ ചോദ്യം ചെയ്തു. ഞാനതിന് എന്ത് തെറ്റാ ഇതേ? കുട്ടിമണിയുടെ കുഞ്ഞിനെ അവക്ക് കൊടുത്തു.
ആ കുഞ്ഞിന്റെ ചോറൂണിന് അപ്പച്ചേപ്പനെ അപ്പച്ചേമ്മനെയും വിളിക്കണമെന്ന് കരുതിയിരുന്നപ്പോഴാ അപ്പച്ചേപ്പൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്താടാ ഇത്? നീ എന്നെ കണ്ടില്ലേ? സംസാരിച്ചില്ലേ? എല്ലാം നീ മറന്നുപോയോ? എന്താണെന്നറിയത്തില്ല അപ്പച്ചേപ്പ, ഈയിടെയായിട്ട് മറവി കുറച്ച് കൂടുതലാ. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, കടയിൽ താക്കോല് വെച്ചിട്ട് എവിടെയാണെന്നറിയാതെ ഞാൻ തപ്പി അജിയോട് ഞാൻ ചോദിച്ചു, എടാ കട തുറക്കാൻ താക്കോല് തരാൻ. അപ്പോഴാ അവൻ എന്നോട് ചോദിക്കുന്നത്, കട തുറന്ന് നമ്മൾ കടക്കകത്തല്ലേ നിൽക്കുന്നതെന്ന്. 100 കൂട്ടം പ്രശ്നങ്ങളില്ല തലയ്ക്കകത്ത്, അതുകൊണ്ടാ. മോനെ, നിന്നെ ഈ അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോടാ. എന്റെ ഈശ്വരന്മാരെ, എന്റെ കൊച്ചിന് ഇതെന്ത് പറ്റി എനിക്കറിയാൻ വയ്യ. ആ അപ്പച്ചേപ്പ, നമ്മളെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന സമയം ഇത്. വീട്ടിലൊരു കുഞ്ഞു പിറന്നു, അതിന്റെ പേരിടിയിൽ കഴിഞ്ഞു. ഇനി ചോറൂണ് പോണം. ആ അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കാം കേട്ടോ. മോനെ ബാല, ഇങ്ങനെയൊന്നും പറയാതെ. അത് മതി. അച്ഛോ, ഇനി എന്തെല്ലാം കാണണം ഞാൻ? ഇതിനു വേണ്ടിയാണോടാ ഞങ്ങളെ ഒറ്റക്കിട്ടിട്ട് നീയും ശാരദയും കൂടെ അങ്ങ് പോയത്? എന്റെ പൊന്നുമോന്റെ മനസ്സ് ഒന്ന് തണുപ്പിക്കണേ അച്യുതാ. അവനൊരു സമാധാനം കൊടുക്കണേ ഈശ്വര. എന്റെ പൊന്നുമോനൊരാപത്തും വരാതെ കാക്കണേ ദൈവമേ ഈശ്വര. ഈ അപ്പച്ചപ്പന് ഇത് എന്തിന്റെ കേടായിരുന്നേ? ശരിയായിക്കോളും. ഞാൻ പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല. അപ്പച്ചപ്പൻ അങ്ങനെ പലതും പറയും. അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? ജയിലിൽ കിടക്കുന്നതേ ഒരു യോഗവാ. അത് മനുഷ്യനുമുണ്ട്, ദൈവങ്ങൾക്കുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് എവിടെയാ? ജയിലിലല്ലേ? എനിക്കൊന്നും അറിയത്തില്ല. കൊച്ചു ഹിന്ദു അല്ലേ? ഹിന്ദു ആണെങ്കിൽ എന്താ? കൃഷ്ണൻ എന്റെ കുഞ്ഞമ്മയുടെ മോനാണോ? കൊച്ചു ജയിലിലായില്ലെങ്കിലേ അതിശയുള്ളൂ. വർത്തമാനം ഇതല്ലേ? നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് പെണ്ണുപിള്ളേ. കൊച്ചിന്റെ വകതിരിവില്ലായ്മ കൊണ്ടാ കൊച്ചിങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാനിവിടെ മിണ്ടാതെ നിൽക്കുന്നേ. ഓ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ എന്ത് ചെയ്യായിരുന്നു? കൊച്ചേ, നിനക്ക് കമ്പംമേട് സെൽവിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കമ്പംമെട്ടിലും രാജാക്കാട്ടിലും പൂപ്പാറയിലുമായിട്ട് 22 കേസാ സെൽവിയുടെ പേരില്. അതിലൊന്ന് എന്റെ ഭർത്താവിന്റെ തലയടിച്ച് കീറിയതിന്റെയാ. മീൻകറിക്ക് ഇത്തിരി ഉപ്പ് കൂടിയെന്ന് പറഞ്ഞ് ചുമ്മാ ചീത്ത വിളിച്ചു. ചപ്പാത്തി പരത്തുന്ന തടിയെടുത്താ വീക്കിയത്. 23 കുത്തിക്കെട്ട്. ഒരു കുത്തിക്കെട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിലേ 2 ഡസൻ തികഞ്ഞേനെ. എന്താടി പുതിയ വിദ്യയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവോ? പിള്ളേരൊക്കെ പഠിച്ച് തെളിയട്ടെ സാറേ. ഉവ്വ് നമുക്കിവിടെ ഒരു കോച്ചിങ് ക്ലാസ്സോട് തുടങ്ങാം. മതികലയ്ക്കൊരു വിസിറ്റർ ഉണ്ട്. ആരാ എന്നെ കാണാൻ വന്നേക്കുന്നേ? അതാരെന്ന് എനിക്കെങ്ങനെ അറിയാം? അവിടെ ഒന്ന് നിൽപ്പുണ്ട്, പോയി കാണും, അപ്പൊ അറിയാലോ. എന്നെ ആര് കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ നീ അകത്ത് പോയിരുന്നോ? നിനക്ക് കാണാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇല്ല, എന്നാലും ആരാന്ന് അറിയട്ടെ. എന്തിനാടി 2 വർത്താനം പറയുന്നത്? പിന്നെ 3 മിനിറ്റ് അനുവദിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ സംസാരിക്കാനുള്ളൂ, സംസാരിച്ച് തീർത്തോളണം. ഓ ശരി. ആരാ? സഞ്ജു, നിന്നെ എനിക്കിങ്ങനെ കാണേണ്ടി വന്നല്ലോ മതി. എനിക്കിത് സഹിക്കുന്നില്ല. ഒരുത്തന്റെ സഹതാപം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടതേ ചില തലകളാ. നിനക്ക് കൊണ്ടുതരാൻ പറ്റുമോ അത്? പറയടാ. നിന്റെ ചേട്ടൻ സഹായിക്കാൻ വന്നിട്ട് ഒരു വലിയ സഹായം തന്നിട്ട് പോയിട്ടുണ്ട്. എന്റെ അമ്മയുടെ പൊന്നും പണവും പിടിച്ചു പറിച്ച് അവരെ വീണ്ടും ഭ്രാന്തിയാക്കിയിട്ട്. ചന്ദ്രുവേട്ടൻ ഇടയ്ക്ക് വെച്ച് മനസ്സിനെ അറ്റാക്ക് ചെയ്തു. 2 കാല് ഒടിഞ്ഞ് മംഗലാപുരത്തെ ആശുപത്രിയിലാ. മാസങ്ങൾ കഴിയണം പഴയ രൂപത്തിലെത്താൻ. ഓ, പഴയ രൂപത്തില് വീണ്ടും ദ്രോഹിക്കാൻ വരാനാണോ? മതി. ചന്ദ്രുവേട്ടൻ നിനക്കറിയാലോ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ വിളിച്ചു വരുത്തരുന്ന്. ചന്ദ്രുവേട്ടന് പണം മാത്രമാണ് ദൈവം, പണം മാത്രമാണ് മതം, പണം മാത്രമാണ് മാർഗം. അതിനായി ചന്ദ്രുവേട്ടൻ എന്തും ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും കേട്ടില്ല. എന്നെ വെറും കഴിവ് കെട്ടവനായി ചിത്രീകരിച്ചു ആൻറ്റിയും മതിയൊക്കെ. എന്നിട്ട് നിനക്കിപ്പോ ഒരു ആപത്ത് വന്നപ്പോ ഓടി വരാൻ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായി.
അതിലെനിക്ക് സന്തോഷമുണ്ട്. എന്നാ ആ സന്തോഷം കിടന്നൊരു കാര്യം കൂടി മതി അറിയണം. മനസ്സിനും കുട്ടിമണിയും സീതയുടെ കുഞ്ഞിനെയും കൊണ്ട് നാട് വിട്ടു. എന്താ എന്താ നീ പറഞ്ഞേ? കുഞ്ഞിനെയും കൊണ്ട് ആ കള്ളം പിച്ചളയോടൊപ്പം മനസ്സിനും കുട്ടിമണിയും ഈ നാട് വിട്ടു പോയെന്ന്. മതി പറ, ഇനി എന്ത് വേണം? ജയിലിനുള്ളിലാണ് ചിന്ത മതിക്ക് വേണ്ട. ബോംബെയിലെ അധോലോക രാജാക്കന്മാർ ജയിലിനുള്ളിൽ കിടന്നുകൊണ്ടാണ് ചേരികളും നഗരങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അകത്തിരുന്ന് ആജ്ഞാപിച്ചിട്ടാണ് ആളുകളുടെ ജീവനെടുക്കുന്നത്. അതുപോലെ മതിക്കും പറയാം എന്ത് വേണമെന്ന്. നീയും ശിവയും നിങ്ങൾ രണ്ടുപേരും എന്റെ ഇടതും വലതും ഉണ്ടെങ്കിൽ എനിക്ക് ഈ യുദ്ധം ജയിക്കാൻ പറ്റും. ശിവയുണ്ട് ജയിലില്. നീ പോയി ശിവയെ കാണണം. കണ്ടിട്ട് എന്തിനാ മതി? ഇനി അവനുമായി കൂട്ട് വേണം. ഞാനും ശിവയും ഒറ്റ വിലങ്ങില വയലോരം വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയുധങ്ങളുമായി വയലോരം വീട്ടിലേക്ക് കയറി ചെല്ലും. എടുക്കേണ്ട ജീവനുകൾ ഞങ്ങൾ എടുക്കും, മുറിക്കേണ്ട തലകൾ ഞങ്ങൾ മുറിക്കും. സഞ്ജു, മുറിവേറ്റ കടുവയെ പോലെയാ ശിവ. ഇത്രയും നാള് നമ്മൾ കണ്ട ശിവയായിരിക്കില്ല ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ. അവനെ മുമ്പിൽ നിർത്തി വേണം നമുക്ക് യുദ്ധം ജയിക്കാൻ. കാരണം ഇതുപോലെ നാളെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ എനിക്കോ നിനക്കോ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നീ പോയി ശിവയെ കാണണം. എന്നിട്ട് ദേ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അത് നീ ശിവയോട് പറയുകയും വേണം. പണം വരുന്ന സോഴ്സുകൾ ഉൾപ്പെടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിനക്ക് ശരിക്കും ഉപയോഗിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രം മതി. നീ പറ. ഈ പറഞ്ഞ കാര്യങ്ങൾ ശിവയെ ധരിപ്പിക്കും. വേറെ ആരും കേൾക്കരുത്. ഇതുപോലെ കാര്യങ്ങൾ നടന്ന മതികല ജയിലിൽ കിടന്ന് തന്നെ ചിരിക്കും. മോനെ, നീ ചെല്ലടാ, ചെല്ല്. ചെന്ന് മതികലയ്ക്ക് ഇവിടെ സുഖമാണെന്ന് ശത്രുക്കളെല്ലാം അറിയിക്കും. സമയായി വാ. ആ, ആ, കൊച്ചമ്മ വന്നോ? വാ, ഞാൻ പേൻ നോക്കിത്തരാം. എന്റെ തലയിൽ പേനൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും പാർലറിൽ പോയിക്കൊണ്ടിരുന്ന ആളാ. ഓ, പാർലർ എന്നാ പുല്ല. നീ ഇവിടെ ഇരുന്നാലേ ഉള്ള പേൻ ഞാൻ നുള്ളിപ്പെറുക്കെടുത്ത് തരാം. എന്റെ തലയിൽ പേനില്ലെന്ന് പറഞ്ഞില്ലേ? പാർലറിൽ ഇപ്പൊ പോണില്ലല്ലോ. ഇതിന്റെ അകത്തുനിന്ന് അപ്പ പേൻ കയറി കാണും. ഒന്ന് മിണ്ടാതിരിക്കും പെണ്ണുപിള്ളെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും. അല്ല, ആരാണ്ട് കാണാൻ വന്നെന്ന് പറഞ്ഞല്ലോ. ആരായിരുന്നു? എന്നെ കാണാൻ ആര് വന്നാ നിങ്ങൾക്കെന്താ? ദേ, ഈ മുറിക്കകത്ത് നമ്മൾ ഒരു കുടുംബം പോല. അപ്പ വഴക്ക് വേണ്ട. ആരാ കാണാൻ വന്നേ അത് പറ. എനിക്ക് വേണ്ടപ്പെട്ട ആളാ. കൂടെ നിൽക്കുന്ന ആളാണോ? വിശ്വസിക്കാമോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നമ്മൾ അകത്ത് കിടക്കുമ്പോഴേ അത് കണ്ട് സന്തോഷിക്കാൻ ചിലർ വരും. നമ്മുടെ കയ്യിലുള്ളത് അടിച്ചു മാറ്റാൻ മറ്റു ചിലർ വരും. പുച്ഛിക്കാനും വരും കുറെ പേര്. ഇതിലേത് ഗണത്തിൽപ്പെട്ട ആളാ വന്നത്? എന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. എന്റെ ശത്രുക്കളെ തീർക്കാൻ ഒപ്പം നിൽക്കുന്ന ആളാ. ആ, അത് കൊള്ളാം. അങ്ങനെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ ഇവിടുന്ന് പുറത്ത് ചാടാൻ അവർ സഹായിക്കും. പുറത്ത് ചാടാതെ തന്നെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഈ മതികലയ്ക്ക് അറിയാം. അതിനെക്കുറിച്ചുള്ള ഉപദേശവും പഠിപ്പിക്കലൊന്നും വേണ്ട. എന്റെ കൊച്ചേ, നീ ആദ്യം ചാട്ടം ഒന്ന് നിർത്ത്. നിങ്ങൾ കണ്ടോ, മതികല ദിവസങ്ങൾക്കകം ഇതിനകത്തുനിന്ന് ഇറങ്ങും. അതിനുശേഷം ഇതിനകത്ത് വന്നു കയറുന്നതേ പുതിയ ആൾക്കാരായിരിക്കും. അതിനുള്ള പണി തുടങ്ങിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതെന്ത് കുന്തമെങ്കിലും ആകട്ടെ, പേ നോക്കണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും.
അപ്പോ ഞാൻ എന്തൊക്കെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചോ, എന്തൊക്കെ കിട്ടരുതെന്ന് ആഗ്രഹിച്ചോ, അതൊക്കെ നേടിക്കൊണ്ട് മനസ്സുജനും കുട്ടിമണിയും പോയല്ലേ? ഇല്ല, ജീവിക്കത്തില്ല, ജീവിക്കാൻ സമ്മതിക്കത്തില്ല മതികല. അല്ല മനുഷ്യ, ഈ ഒരങ്കൊല്ലി വണ്ടിച്ചേ എപ്പോഴും അങ്ങ് അസുഖമാണോ? എന്നതാ ഈ വണ്ടിക്ക് ഇത്ര കുഴപ്പം? നമ്മളെ കൊണ്ട് ഒരു സ്ഥലത്തോട്ട് പോകുമ്പേ ഇത് എന്നതാ ഇങ്ങനെ കേടാവുന്ന എപ്പോഴും? എന്റെ പൊന്നു കുട്ടു, വണ്ടിയാകുമ്പോ അങ്ങനെ ചിലപ്പോ കേടായെന്നൊക്കെ ഇരിക്കും. ഓ, എനിക്കറിയാം, അതാ ഞാൻ കേട്ടിട്ടുള്ളേ. ചട്ടിയും കല്ലൊക്കെ ആകുമ്പേ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിച്ചല്ലേ? ചട്ടിയും കലത്തിന്റെ കാര്യം എന്തിനാടി നീ ഇവിടെ പറയുന്നേ? ഇതിപ്പോ കാറിന്റെ കാര്യമല്ലേ ഇവിടെ പറയേണ്ടത്? എന്നാലും അങ്ങനത്തെ കാര്യമൊക്കെ പറയാൻ എനിക്കറിയാം. എനിക്കറിയാനും മനുഷ്യനും കൂടെ അറിയണ്ടേ? അയ്യോ, കുട്ടിമണിക്ക് നല്ല ഒന്നാം തരം ഉപമ അറിയാ, ഉൽപ്രാശ അറിയാ, എല്ലാം അറിയാം. എല്ലാം അറിയാം. എന്നെക്കാളും ബുദ്ധി കൊണ്ട് വെക്കും. അതാ എന്നെ ഇപ്പൊ പേടിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം, ഇവളുടെ അതിബുദ്ധി കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്നാ ഇപ്പൊ എന്റെ പേടി. എടി, കുഞ്ഞിനെ നീ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട്. ഭർത്താവ് ഭാര്യയോട് ഇങ്ങനെ എപ്പോഴും നോക്കണം പറയൊന്നും വേണ്ട. ഭാര്യയൊക്കെ അറിയാം കുഞ്ഞിനെ നോക്കാൻ. എന്റെ ഈ രണ്ട് കണ്ണും പരിച്ചെടുത്ത് അങ്ങോട്ട് കൊണ്ട് വെക്കട്ടെ. അല്ല പിന്നെ എനിക്കൊന്ന് പുറത്തിറങ്ങി നിൽക്കാനോ ഇച്ചിരി കാറ്റ് പോലാനോ പറ്റില്ലെന്ന് വെച്ചാ എന്തൊരു കഷ്ടാണോ? നീ ഒന്നും മിണ്ടാതിരിക്കുവോ? ഇങ്ങനെ പദം പറയണ്ട. നീ ഇഷ്ടം പോലെ കാറ്റ് കൊണ്ടോ, ഇഷ്ടം പോലെ വായു വലിച്ചു കയറ്റിക്കോ. മിച്ചമുള്ളത് മതി നമുക്ക് കേട്ടോ. ആണല്ലോ. മനുഷ്യ, മൊത്തം കാറ്റും ഞാനിങ്ങ് എടുത്തു കേട്ടോ. എന്റെ പൊന്നു കുട്ടു, നീ എടുത്തോ. നീ വഴക്കുണ്ടാക്കാതിരുന്നാ മതി. ബായി, പഞ്ചറായ ടയർ എവിടുന്നും ഒട്ടിക്കണ്ടേ? ഇനിയും പോകാനുണ്ട് 100-250 കിലോമീറ്റർ. വേണം. നമുക്ക് മുമ്പിൽ കാണുന്ന ടയറുടെ ഒട്ടിക്കാം. സ്റ്റെപ്പിനില്ലാതെ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നേ? എന്ത് ജപ്പിനി? അയ്യോ എന്റെ പൊന്നു കുട്ടു, നിനക്ക് ഇതേ പറ്റി ഒന്നും അറിയത്തില്ല. ജപ്പിനി അല്ല, സ്റ്റെപ്പിനി. അതെന്നാന്നല്ലേ ചോദിച്ചേ? നിനക്കത് പറഞ്ഞു തരാൻ എന്നാ ഇത്ര ബുദ്ധിമുട്ട്? ഭാര്യയ്ക്ക് അറിയാത്ത കാര്യങ്ങള് ഭർത്താവ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അതറിയാവോ ഭർത്താവിന്? അതാണ് കറക്റ്റ് ബായി, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എടി, നമ്മുടെ കാറിന് എത്ര ടയറുണ്ട്? ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് സമയമില്ല. 1, 5, 2, 8, 24, 35, 38, 42, 82. മനുഷ്യ 18 ടയറുണ്ട് മനുഷ്യ. 18 എന്ന് വെച്ചാൽ ട്രെയിനാണോടി? എടി, നമ്മുടെ കാറിന് 4 ടയറേ ഉള്ളൂ. അതിലൊരു ടയർ പഞ്ചറായി കഴിഞ്ഞാലേ എന്നടായാല് പഞ്ചറായാൽ ഇപ്പൊ നീ കണ്ടില്ലേ ഒരു ടയർ കൊണ്ട് പുറകെ വയ്ക്കുന്നത്? അപ്പോ അങ്ങനെ ഒരു ടയർ പഞ്ചറായാൽ മാറ്റിയിടാൻ ഒരു ടയർ വേണം. ആ ടയറിനെയാണ് നമ്മൾ സ്റ്റെപ്പിനി ടയർ എന്ന് പറയുന്നത്. എന്നാ കുപ്പിനെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് വിശക്കുന്നു. അതിനെ പറ്റി എന്തേലും പറ. ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാലേ എവിടെയെങ്കിലും നിർത്തി നല്ല പൊറോട്ടയും നല്ല ഇറച്ചിക്കറിയും മേടിച്ചു തരും. പിന്നെ എനിക്ക് ചിക്കൻ ബിരിയാണി വേണം. എന്നാന്ന് അറിയത്തില്ല മനുഷ്യ, എനിക്ക് പണ്ടത്തെ പോലെ ചിക്കൻ ബിരിയാണിയുടെ ഒക്കെ ഭയങ്കര അങ്ങ് കൂടി വരിക. മനസ്സ് തെളിഞ്ഞു തുടങ്ങി കുട്ടിമണിപ്പങ്ങളുടെ. അതുകൊണ്ടാ വയറ്റില് തീ കത്തി തുടങ്ങിയത്. എന്റെ വയറ്റിൽ തീ ഒന്നുമില്ലാട്ടോ. ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ വീട്ടിലെ. ഇവളുടെ വയറ്റിൽ തീയില്ല, കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാ ഇങ്ങനെ പെട്ടെന്ന് വിശക്കുന്നത്. മനുഷ്യ, എന്റെ വയറ്റിൽ കോഴി കുഞ്ഞൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ. അയ്യോ, എന്ത് വേണേലും മേടിച്ചു തരാം. മനുഷ്യനെ ഇവിടെ തീയുടെ പുറത്ത് നിൽക്കുക. നീ ഒന്ന് അടങ്ങി ഒതുങ്ങി നിന്നാ മതി. മനസ്സിലായോ പറഞ്ഞത്? അല്ല, മനുഷ്യൻ എന്തിനാ തീയുടെ പുറത്ത് നിൽക്കുന്നത്? കുറച്ചങ്ങോട്ട് മാറി നിന്നാ പോരെ. ഫസ്റ്റ് എടി, നിന്നോട് പറയുന്നത് എന്നെ വേണം ചവിട്ടാൻ. അങ്ങനെ മര്യാദക്ക് പത്രാവ് നിക്ക്, ഇല്ലെങ്കിലേ ഭാര്യ ചവിട്ട് വെച്ചത്. ആരാ വെച്ചേ? അയ്യപ്പൻകുട്ടി സാറാ. എന്താന്ന് ഞാൻ ചോദിക്കട്ടെ? ഹലോ സാറേ. എവിടെയാ പിച്ചിലെ നീയൊക്കെ? ഒരു കാര്യം പറയാൻ വിളിച്ചു കഴിഞ്ഞാൽ ബെല്ലടിച്ച് പണ്ടാരടങ്ങുന്ന ഒരു ഫോൺ എടുക്കരുത്. അല്ല സാറേ, ഇപ്പഴാ കോള് വന്നത്. ഞാൻ കുറെ നേരം കൊണ്ട് ട്രൈ ചെയ്യടാ.
നീയൊക്കെ പോയി ആരുടെയെങ്കിലും അണ്ണാക്കിലോട്ട് കയറായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. അല്ലാതെ എനിക്ക് തലയിൽ തീ കത്തിയിട്ടൊന്നുമല്ല. എന്നതാ സാറേ, എന്നതാ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. 35 ദിവസം പ്രായമുള്ള ഒരു പൊടിക്കുഞ്ഞിനെയും കൊണ്ട് മുങ്ങിയിരിക്കുക. നീ നിന്റെ കൂട്ടുകാരനും അവന്റെ ഭാര്യയും. എടാ, പോലീസ് വീശാവുന്നത്രയും വലിപ്പത്തിൽ വല വീശി എറിഞ്ഞിട്ടുണ്ട്. പൊന്നുമോനെ, കിട്ടിയ ഇടിച്ച് പദം വരുത്താനാ മോളിൽ നിന്നുള്ള ഓർഡർ. അതിന് കിട്ടിയിട്ട് വേണ്ടേ? നീ അങ്ങനെയൊന്നും അഹങ്കരിക്കണ്ട. നീ കള്ളനായിരിക്കും, കാറ്റ് പോലെ വന്നു പോകുന്നവനുമായിരിക്കും. പക്ഷേ നിന്റെ കൂടെയുള്ളവനുണ്ടല്ലോ മനസ്സുജൻ, അവനും അവൻ്റെ കൂടെയുള്ള ബുദ്ധിയില്ലാത്ത മികുച്ചും അവരുടെ കയ്യിലുള്ള ആ പൊടിക്കുഞ്ഞിനും ഒന്നും അങ്ങനെ ഊരാൻ പറ്റത്തില്ല മോനെ. നീയേ കേരള പോലീസിനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ? സാറേ, ഞങ്ങളിപ്പോൾ എന്തു വേണം സാർ? അത് പറഞ്ഞു ആകെ പാടെ ഞങ്ങളിപ്പോൾ ടെൻഷനിലാണ് നിൽക്കുന്നത്. ഇനിയും 10-250 കിലോമീറ്റർ പോവാണ്ട്. അതിനിടയ്ക്ക് സാറിങ്ങനെ വിളിച്ച് പുലി വരുന്നേ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? എടാ, പുലി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഒളിക്കാനുള്ള വല്ല മരം കൊമ്പോ പാറപ്പുറവോ മടയോ മറ്റോ ഉണ്ടോ നോക്കണം. പക്ഷേ രക്ഷപ്പെടാനായിട്ട് എന്ന് പുലിമടയെ തന്നെ ചെന്ന് കയറി കൊടുക്കരുത്. സാർ ഇങ്ങനെ സാഹിത്യം പറയാതെ. സാറെന്താ പോലീസ് ഉദ്യോഗം നിർത്തിയിട്ട് കഥ എഴുത്തു തുടങ്ങി? എടാ, എന്റെ വായിലിരിക്കുന്ന വല്ല സരസ്വതി നീ കേൾക്കുവേ, പറഞ്ഞേട്ടല്ലോ. എടാ, കൊച്ചിനെ മനസ്സുജൻ മോട്ടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. വയലോരം വീട്ടിലെ ബാലചന്ദ്രന്റെ ഭാര്യയുടെ ആൾക്കാർ ഇന്ന് സ്റ്റേഷനിൽ വന്നു. എനിക്ക് വയലോരം വീട്ടിലേക്ക് പോവേണ്ടിയും വന്നു. നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല കാര്യം. മാണിക്യമംഗലത്തുകാർ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഹയർ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാം. നിങ്ങളെയും കുഞ്ഞിനെയും ഏത് വിധേനയും 24 മണിക്കൂറിനകം തപ്പിയെടുക്കാനാ ഓർഡർ. പിന്നെ 24 മണിക്കൂർ? എൻ്റെ പൊന്നു സാറേ, ഒരു പെണ്ണിനെ പട്ടാപ്പകൽ വീട്ടിലിട്ട് ചവിട്ടിക്കൊന്നിട്ട് 10-20 ദിവസമായി. പോലീസും പോലീസ് പട്ടിയൊക്കെ മണം പിടിച്ച് നടക്കുക. അത് പിടിച്ചില്ലല്ലോ, എന്നിട്ടല്ല ഞങ്ങളെ പിടിക്കാൻ. നീയേ വലിയ റിബല് കളിക്കൊന്നും വേണ്ട. നിന്റെ കൂട്ടുകാരനോടും പറഞ്ഞേരെ, ഒറ്റയടിക്ക് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര ഒന്ന് വെട്ടിച്ചുരുക്കാൻ. കാരണം വഴിയിൽ മൊത്തം പോലീസാണ്. പോലീസ് എല്ലാ വാഹനങ്ങളും കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് തങ്ങി പോലീസിന്റെ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ ചെന്ന് കയറിക്കൊടുക്കും വലയിലോട്ട്. ഞാൻ പറയാം സാർ. പിന്നെ ഏത് സമയത്ത് ഞാൻ ഫോൺ വിളിച്ചാലും എടുത്തോളണം. വിളിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ആണെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യും. പറഞ്ഞു മനസ്സിലായല്ലോ? നിനക്ക് ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാലോ. ഞാൻ ടൈപ്പ് ചെയ്ത് വിടുന്നത് വായിക്കാൻ അറിയാവുന്നതാണ് ചോദിച്ചത്. പോലീസുകാരെക്കാളും പഠിത്തം കള്ളന്മാർക്കുണ്ടല്ലോ സാറേ. ഞാൻ വായിച്ചോളാം. എടാ, നീ നിൽക്കുന്നതേ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു മൈനിന്റെ പുറത്താണ്. ഏത് സമയത്തും വെടിപൊട്ടും, വെടിച്ച് കീറും. അത് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കണം. എടാ പെരുങ്കള്ള. ശരി സാർ. പിന്നെ അവനോട് പറഞ്ഞേരെ, മനസ്സുജനോട്, ഇനി ഈ നാട്ടിലേക്ക് വരാൻ നിൽക്കേണ്ടെന്ന്. നിന്നാ എന്നേക്കുമായിട്ട് അവൻ്റെ കുഞ്ഞിനെ നഷ്ടമാവും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. പറഞ്ഞോ കേട്ടോ? ഓ ശരി സാറേ, ഞാൻ ശ്രദ്ധിച്ചോളാം. പോലീസ് മാത്രമല്ല, മനസ്സുജന്റെ തലയെടുക്കാൻ വേറെ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. നീ ഒരു കാവലായിട്ട് വേണം. കള്ളൻ കാവല് നിൽക്കുന്നിടത്തോളം കാലം ഒന്നും സംഭവിക്കത്തില്ല സാർ. അത് ഞാൻ നേരത്തെ കൊടുത്തൊരു വാക്കാണ്. എന്റെ ഉയിര് കൊടുത്തും ഞാൻ മനസ്സുജനെയും കുട്ടിമണിപ്പങ്ങളെയും കാത്തുരക്ഷിക്കും, അവരുടെ കുഞ്ഞിനെയും. ശരി ശരി, ഇനിയെല്ലാം വരുന്ന പോലെ വരട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ നിന്നെ വിളിക്കാം. പറഞ്ഞു കേട്ടല്ലോ? ജാഗ്രതയോടുകൂടി ഇരിക്കും. ഓക്കെ, ബി കെയർഫുൾ. ബൈ, എന്താ പ്രശ്നം? ഞാൻ വരിക ബൈ. വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. നീ ഇവിടെ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കി. ഞാൻ പിച്ചളയോട് കാര്യം എന്താണെന്ന് ചോദിക്കട്ടെ. പിത്തല പറയുന്ന കാര്യം ഞാൻ അങ്ങ് കേട്ടാലേ? പിന്നെ കുഞ്ഞിനെ ആര് നോക്കോടി? ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എന്നാ ദേഷ്യ? ആ മനുഷ്യന്റെ മോനാണെങ്കിലും ഗുമ്മന് വരുന്നു. ഞാനിവിടെ നിന്നോലാവേ. അങ്ങനെ മര്യാദക്ക് നിൽക്ക്. എന്താ ഭായി, എന്താ? ആരാ വിളിച്ചത്? അയ്യപ്പൻകുട്ടി സാറ് തന്നെ ആയിരുന്നോ? ആ, അയ്യപ്പൻകുട്ടി സാറ് തന്നെ. ഞാൻ പറഞ്ഞില്ലേ ബായ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും സീരിയസ് ആണ് പ്രശ്നം എന്നാണ് സാറ് പറഞ്ഞത്. എന്ന് വെച്ചാ ആരെയും തലയും മുറുക്കി പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. ഏത് വിധേനയും ഇന്നുകൊണ്ട് നമ്മളെ പിടികൂടും. കുഞ്ഞിനെ തിരിച്ചു കൊണ്ടേ കൊടുക്കും. അതാണ് അവരുടെ ശപഥം. പിച്ചളെ, അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ അയ്യപ്പൻകുട്ടി സാറ് പറഞ്ഞത്. പോലീസ് മാത്രല്ല, മാണിക്യമംഗലത്തുകാരുടെ ഗുണ്ടകളും നമ്മുടെ ശത്രുക്കളും എല്ലാം ഒന്നിച്ച് കൈകോർത്ത് നിൽക്കുക. നമുക്കെതിരെ വല വിരിച്ചുകൊണ്ട്. പിച്ചളെ, നമ്മൾ എന്ത് ചെയ്യും? പിച്ചള പറഞ്ഞില്ലേ ഇനിയും 10-250 കിലോമീറ്റർ പോകണമെന്ന്. അത്രയും നമുക്ക് മെയിൻ റോഡ് വിട്ട് പോകാൻ പറ്റുമോ ഭായി? പറ്റത്തില്ല. റോഡിൽ എല്ലായിടത്തും പോലീസ് കാണും. ഉറപ്പായിട്ടും
വഴിയിലെല്ലാം പോലീസ് പിക്കറ്റിംഗ് ഉണ്ട്. അത് പറയാനായിട്ടാ അയ്യപ്പൻകുട്ടി സാറ് വിളിച്ചത്. പിച്ചളെ, ഇനി എന്ത് ചെയ്യുമെന്ന് പറ. നമ്മൾ എങ്ങോട്ട് പോകണം? മുമ്പോട്ട് പോകണോ പുറകോട്ട് പോകണോ? എന്റെ ബായി, ഒരു കഥ കേട്ടിട്ടില്ല. 6 നീന്തിക്കിടക്കുമ്പോ നടുക്ക് ചെന്ന പുറകോട്ട് നോക്കരുത്. അഥവാ മുമ്പോട്ട് നോക്കുമ്പം ടെൻഷൻ വന്ന പുറകോട്ട് നോക്കാം. കാരണം ഇത്രയും ദൂരം ഞാനാണല്ലോ നീന്തിക്കിടന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന് അപ്പം മുമ്പോട്ട് നീന്താനുള്ളൊരു ധൈര്യം കിട്ടും. ധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും കുറവൊന്നുമില്ല പിച്ചളെ. പക്ഷേ വഴിയിൽ കാത്തു നിൽക്കുന്നത് പോലീസും ഗുണ്ടകളുമാ. കൂടെയുള്ളത് എന്തു പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു കുഞ്ഞിൻ്റെ ബുദ്ധി മാത്രമുള്ള എൻ്റെ ഭാര്യയും പിന്നെ ഒരു പൊടിക്കുഞ്ഞുമാ. അവരെ രക്ഷിച്ച് അവർക്കൊരു പരിക്ക് പറ്റാതെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ പിച്ചളെ? എത്തും ബായി. അയ്യപ്പൻകുട്ടി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാ ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മളൊന്ന് തങ്ങാൻ. ഇടയ്ക്ക് എവിടെയെങ്കിലും തങ്ങാനോ? എന്തിന്? സാറാ പറഞ്ഞതിൽ കാര്യമുണ്ട് ബായി. ഇന്ന് രാത്രിയും നാളെ പകലൊക്കെ ആയിരിക്കും പോലീസിന്റെ അന്വേഷണം. വഴിയിൽ തടഞ്ഞുള്ള പരിശോധന. ഇന്നും നാളെയും നമ്മളെ കാണാതാവുമ്പോൾ നമ്മളെവിടെയോ സേഫായി എത്തിയെന്ന് അവർ ഉറപ്പിക്കുന്നു. പിന്നെ ആകെ അവർ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. എൻ്റെ ഫോൺ നമ്പറൊന്നും ഒരു പോലീസുകാരൻ്റെയിലും കാണത്തില്ല. അയ്യപ്പൻകുട്ടി സാറിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തന്നെ സാർ അത് കൊടുക്കത്തുമില്ല. അപ്പോൾ നമ്മൾ എവിടെ തങ്ങും പിച്ചളെ? തങ്ങാബായി അതിനുള്ള വഴി കണ്ടപ്പോൾ. അതിനു മുമ്പ് നമ്മുടെ കുട്ടിമണിയുടെ ഈ കുട്ടപ്പൻ കാറിന് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കാനോ? എന്താ ബായ് ഉദ്ദേശിക്കുന്നേ? അതൊക്കെ ഉണ്ട് ബായ്. കണ്ടോ, ഇനി കള്ളന്റെ ബുദ്ധിയായി കളിക്കാൻ പോണത്. ഒരു കള്ളനും പോലീസും കളി. ബായ് നോക്കിക്കോ, എല്ലാ കളികളിലും പോലീസിനോട് ജയിച്ചിട്ടുള്ളത് കള്ളന്മാർ തന്നെ. എങ്ങനെ നോക്കിയാലും ഞങ്ങൾക്ക് തന്നെ ജയസാധ്യതയും ശതമാനക്കണക്കും കൂടുതലും. ഈ കളിയിലും ഈ കള്ളം തന്നെ ജയിക്കും. ബായ് എൻ്റെ കൂടെ ഒന്ന് നിന്നാ മതി. പിച്ചളെ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറ. കാണാൻ പോകുന്ന കള്ളത്തരം എന്തിനാ ബായ് ഞാൻ പറഞ്ഞു കേൾപ്പിക്കുന്നത്? വയലോരം വീട്ടി പോലീസ് എന്നപ്പോ അവന്റെ അഭിനയം ഒന്ന് കാണണമായിരുന്നു. ആ കള്ള ബാലന്റെ അവൻ ഭ്രാന്ത് നടിക്കുന്നു. അവന്റെ തലപണ്ട അടിച്ച് പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ ആ CIയോട് നിൽക്കുമ്പം അയാൾ ഇടയ്ക്ക് കയറി. ഇത് അവരെല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാ. അവന്റെ അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനും എല്ലാം മുതുക്ക സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും വല്യണ്ണ? കുഞ്ഞിനെയും കൊണ്ട് മനസ്സിനും കുട്ടിമണിയൊക്കെ എവിടെ പോയി കാണും? പട്ടിമണി എന്തായാലും പിടിക്കും. വഴിക്ക് വെച്ചവരെ പോലീസ് പിടിക്കും, അത് ഉറപ്പാ. വയലോരം വീട്ടുകാരോട് ആ CIക്ക് ഒരു അടുപ്പമൊക്കെ ഉണ്ട്. അത് പിന്നെ പോലീസിനും കോടതിക്കും ജഡ്ജിക്കും ഒക്കെ അവരോട് അടുപ്പമില്ലാതിരിക്കുവോ? അവരവിടത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ലേ. ഇനി ഞാൻ കാപ്പിയിട്ട് തന്നില്ലെന്ന് പറയണ്ട. 26 വർഷത്തിനിടയിൽ അത്യപൂർവ സംഭവങ്ങളിൽ ഒന്നാ തന്തയ്ക്കൊരു ഗ്ലാസ് കാപ്പി ഇട്ട് കൊടുക്കുന്നത്. എന്താടി ഇത്? കാപ്പിയോ കഷായമോ? ചുമ്മാതല്ല ഉത്തമൻ തന്നെ കുനിച്ചീർത്തി ഇടിച്ചോണ്ടിരുന്നത്. ഇതുപോലൊരു കാപ്പി മതി ഒരാൾ ജന്മം മുഴുവൻ ശത്രുവാൻ. അല്ലെങ്കിലും അച്ഛന് കുറ്റം പറയാനല്ലേ അറിയത്തുള്ളൂ. ഇതിനിപ്പോ എന്താ കുഴപ്പം? എടി, ഒരു കാപ്പി തിളപ്പിക്കാൻ നിനക്കറിയാം? പിന്നെ കാപ്പി തിളപ്പിക്കാൻ ഇപ്പൊ MG യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ഉണ്ട്, കാപ്പി മേക്കിംഗ് കോഴ്സ്. അച്ഛൻ എന്നെ അത് പഠിപ്പിക്കണ്ട. വെള്ളം തിളപ്പിക്കണം, കാപ്പിപ്പൊടി ഇടണം, പഞ്ചാരയിട്ടൊരു ഗ്ലാസ്സിൽ ഒഴിച്ചോണ്ട് വരണം. അത് നിന്നെപ്പോലെ ചിലരുടെ ധാരണയാ. പച്ചവെള്ളം തിളപ്പിച്ചാലും അതിന് രുചി ഉണ്ടാകണമെങ്കിലേ കൈപ്പുണ്യം എന്നൊരു കാര്യമുണ്ട്. ഓ, എനിക്കേ ആ പുണ്യം ഇച്ചിരി കുറവാ. അച്ഛൻ ചന്തയിലോട്ട് പോകുമ്പോഴേ 2 കിലോ കൈപ്പുണ്യം കൂടി വാങ്ങിച്ചോണ്ട് വാ. ഓ, നിനക്ക് നാക്കുണ്ടല്ലോ, 1 കിലോമീറ്റർ നീളമുള്ള നാക്ക്. അത് മാത്രം മതിയല്ലോ. വല്യണ്ണ, അണ്ണൻ കാര്യം പറ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരും. അവൻ വണ്ടിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിനെ പോലെ തന്നെ ലോകം മുഴുവൻ ബന്ധമുള്ളവരാ വണ്ടിക്കാര്. അവരെവിടെയെല്ലാം വണ്ടി ഓടിക്കുന്നു. അപ്പൊ വഴിക്ക് വെച്ച് മനസ്സിനെയും കുട്ടിമണിയൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇടിച്ച് സോപ്പാക്കുകയും ചെയ്യും, കൊച്ചിനെ എടുത്ത് ഇവിടെ കൊണ്ട് തരികയും ചെയ്യും. അതുകൊണ്ട് പെങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ആ സീതമോളെവിടെ? കിടക്കുക, കിടപ്പീന്ന് പൊങ്ങിട്ടില്ല. പെങ്ങൾ അകത്തോട്ട് ചെന്ന് അവൾക്കൊരു ധൈര്യം കൊടുക്കും. പിന്നെ
വയലോരം വീട്ടിൽ ചെന്നിട്ട് ബാലനൊന്നും പറഞ്ഞില്ല, കുഞ്ഞിനെ കിട്ടിയില്ല, അവരെവിടെയാണെന്ന് അറിയില്ല എന്നൊന്നുമല്ല പറയേണ്ടത്. കൊച്ചിനെയും കുട്ടിമണിയൊക്കെ കണ്ടെത്തി ഇന്നോ നാളെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണം. ഉവ്, അവൾക്ക് ധൈര്യം കൊടുക്കാൻ ഞാനുണ്ട്. പക്ഷേ എന്റെ മനസ്സിന് ആര് ധൈര്യം തരും? അത് നീ തന്നെത്താനെ ഉണ്ടാക്കിയേ പറ്റൂ. നീ അവളുടെ അടുത്തോട്ട് ചെല്ലും. അവളുടെ ഒരു കാപ്പി. ചക്കരമുറ്റേ, അമ്മയുടെ കുഞ്ഞാവേ പൊന്നെ ചക്കുരൂസ്. നമ്മളെ ഒരിടത്തേക്ക് പോവാ, പൊക്കോണ്ടിരിച്ചുവാ. ഒരു പുട്ട സ്ഥലത്താ അമ്മയും മോളും ഇനി താമസിച്ചത്. എന്റെ കുട്ടു, കുഞ്ഞിനെ നീ കരയിക്കില്ലേ? ഇവള് കരഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യും? കരച്ചിലും നിർത്തും. എങ്ങനെ നിർത്തിച്ചു? അതൊക്കെ എനിക്ക് അറിയാം മനുഷ്യ. എന്നാ നീ ഒന്ന് പറഞ്ഞേ, എങ്ങനെയാന്ന്? ആദ്യം നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ട് അങ്ങ് കുലുക്കും. കുഞ്ഞിനെ എടുത്തിട്ട് കുലുക്കാനോ? കുലുക്കും. പിന്നെ മോളോട്ടും തായോട്ടും ഇട്ട് പിടിച്ചു. അയ്യോ എന്റെ ദൈവമേ, ഇവളെന്തെങ്കിലുമൊക്കെ നാശം ഒപ്പിക്കുമല്ലോ. നീ കുലുക്കാൻ വേണ്ട, ഇട്ട് പിടിക്കാൻ വേണ്ട, നീ അതിനെ ശല്യപ്പെടുത്താതിരുന്നാ മതി കേട്ടോ. ബായി, എന്തായാലും നമ്മൾ വന്ന വണ്ടീന്റെ നമ്പർ വെച്ചായിരിക്കും പോലീസ് ചെക്കിങ്. നമ്പർ മാറ്റുമ്പോളെ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. എന്നാലും പിച്ചളെ, വണ്ടിക്കകത്ത് ഞാനും കുട്ടിമണിയും കുഞ്ഞും ഇരിക്കല്ലേ? എടാ, അത് കൊള്ളാം. എവിടെയോ ഒരു കുഞ്ഞിനെ കാണാതായെന്ന് വെച്ച് ലോകത്ത് ഒരാൾക്കും അവരുടെ കുഞ്ഞിനെ ആയിട്ട് സഞ്ചരിക്കാൻ ഒക്കത്തില്ല. തെങ്ങുള്ള നാട്ടുകൂടി തേങ്ങയും കൊണ്ട് പോവാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ബായ്, അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇത് കള്ളന്റെ ബുദ്ധിയാണ്. ബുദ്ധി തുടങ്ങിയിട്ടുള്ളൂ ബായ്. ആദ്യം നമ്പർ മാറ്റിയെഴുതി. ഇനി വേറെ വഴിയുണ്ട് ബായ്. പോണ വഴിക്ക് വേണ്ടി വന്ന ഈ വണ്ടി തന്നെ വിട്ടിട്ട് വേറെ വണ്ടി എടുക്കണം. അതിനൊക്കെ പിച്ചളയ്ക്ക് 2-3 മണിക്കൂർ മതി. അയ്യോ, ഒന്നും പറഞ്ഞില്ലേ? വിച്ചാനും പിച്ചാനും ഒന്നും അല്ല, വേണമെങ്കിൽ ഈ കാർ കൊടുത്തു കളയെന്ന് പറയായിരുന്നു. ബായി, ഇതുവരെ ബായിയോടുള്ളായിരുന്നു കുഴപ്പം, ആക്രമണ ഭീകരത. ഇപ്പത് എന്റെ നേരെയും കൂടി ആയി. കുട്ടിമണി പെങ്ങളെ കുട്ടപ്പൻ കാറ് വിൽക്കണില്ലേ? ഇപ്പൊ കുട്ടിമണി പോയി കുഞ്ഞിനുറക്കും. പിച്ചളയ്ക്ക് ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ നമുക്ക് പോവാം. ശരിയാക്കുന്നൊക്കെ കൊള്ളാം. വിൽക്കുന്ന കാര്യം കാണാൻ പന്ന കണ്ണുമ്പറ ഞാൻ കുത്തി പൊട്ടിച്ചും രണ്ടിന്റെ പറഞ്ഞേക്കാം. കൂട്ടപ്പങ്കാല് വിൽക്കാൻ വന്നേക്കുന്നു. നമ്പർ മാറ്റിട്ട് വിട്ടുപോകാനാണോ പ്ലാൻ? നമുക്കിടയ്ക്ക് എവിടെയെങ്കിലും തങ്ങണം ബായ്. ആ സമയത്ത് ബാക്കി തന്ത്രങ്ങൾ ആലോചിക്കാൻ പറ്റും. പലരുടെയും കണ്ണു വെട്ടിക്കുന്നു. എവിടെ തങ്ങാൻ? അതിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട് ബായ്. ബായ് ധൈര്യമായിട്ടിരിക്കും. അതിനുള്ള വഴിയൊക്കെ പിച്ചളുടെ കയ്യിലുണ്ട്. തൽക്കാലം ബായ് കുഞ്ഞിന്റെയും കുട്ടിമണിയുടെ അടുത്ത് പോയിരിക്കും. ഞാൻ അപ്പോഴേക്കും പണിയൊക്കെ തീർക്കാം. ചെല്ല്. നാനാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ ഇന്ന ഏഴകൾ വേദന എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന് മനസ്സിന് ആശ്വാസം കൊടുക്കാനുള്ള ധൈര്യമെങ്കിലും എനിക്ക് തരണേ. ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരണേ. സീതേ, സീതേ, എന്റെ പൊന്നു മോളെ, അമ്മയെ ഒന്ന് നോക്കടി. എടി, ഇങ്ങോട്ടൊന്ന് നോക്കാൻ, ഇങ്ങോട്ട് നോക്കാൻ. ഇങ്ങോട്ടൊന്ന് നോക്കാൻ, ഇങ്ങോട്ട് നോക്കാൻ. എന്റെ പൊന്നുമോൾ എന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറയ.
മോളെ നീ എന്താ ഒന്നും പറയാത്തേ? ഞാൻ എന്താ അമ്മ പറയണ്ടത്? എനിക്ക് സുഖാണെന്ന് പറയണോ, അതോ എന്റെ മനസ്സിന് സന്തോഷാണെന്ന് പറയണോ? എന്താ ഞാൻ പറയണ്ടത്? ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കടി. നിന്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് എന്റെ നെഞ്ചു പൊട്ടുന്നു. നിന്റെ അമ്മയല്ലേടി ഞാൻ. ഇത്രയും പ്രായമുള്ള ഞാൻ പട്ടിണി ഇരുന്നപ്പോ അമ്മയ്ക്ക് നൊന്തല്ലേ? അമ്മയ്ക്ക് സങ്കടം വന്നു അല്ലേ? ശരിയാ, അമ്മയ്ക്കത് തോന്നും. അപ്പോ അമ്മ എന്റെ സ്ഥാനത്തിരുന്നൊന്ന് ചിന്തിച്ചു നോക്കി. വിശക്കുന്നൊന്ന് പറയാൻ പോലും അറിയാത്ത എന്റെ പൊടിക്കുഞ്ഞ് വേറൊരാളുടെ കയ്യില്, ബുദ്ധി വളർച്ചയില്ലാത്തൊരു പെണ്ണിന്റെ കയ്യിലിരിക്കുമ്പോ അതിനെയും കൊണ്ട് അവരെവിടേക്കോ പോയപ്പോ എന്റെ നെഞ്ച് എന്തുമാത്രം നീറുന്നുണ്ടാവും അമ്മ. എത്ര വലിയ തീയായിരിക്കും അമ്മ എന്റെ നെഞ്ചിലാടുന്നത്. ഒക്കെ ശരിയാ മോളെ. ഞാൻ നിന്നെ ഓർത്ത് വേദനിക്കുമ്പോ അതിന്റെ 1000 മടങ്ങ് നീ നിന്റെ കുഞ്ഞിനെ ഓർത്ത് വേദനിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ ആ കുഞ്ഞിനെ ഉടനെ കിട്ടും. അവരെവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചെന്നാ പോലീസിൽ നിന്നറിഞ്ഞത്. ആണോ? ആണോ അമ്മ? നേരാണോ? എന്റെ പൊന്നെവിടാന്ന് കണ്ടുപിടിച്ചോ? എന്റെ പൊന്നുമോളെ, നകുലിനും അവന്റെ കൂട്ടുകാരും തിരയുന്നുണ്ട്, പോലീസും തിരയുന്നുണ്ട്. കാറിന്റെ നമ്പർ വെച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി അവരെവിടെയുണ്ടെന്ന്. ഉടനെ കണ്ടുപിടിച്ച് ഇന്ന് വൈകിട്ടോ നാളെയോ കുഞ്ഞിനെ കൊണ്ടുവരുമെന്ന് പോലീസ് ഉറപ്പും പറഞ്ഞിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടണം. പറ്റുമെങ്കിൽ ഈ നിമിഷം. വല്യണ്ണൻ വയലോരം വീട്ടിൽ പോലീസിനെയും കൊണ്ട് പോയിരുന്നു. വയലോരം വീട് കേൾക്കരുത് ഇനി ആ പേര്. വയലോരം വീടും ബാലചന്ദ്രനും എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കേൾക്കരുതെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന 2 പേരുകളാത്. ആ രണ്ടിന്റെ നാശം. അതുമാത്രം ഇനി ഈ സീതയുടെ ലക്ഷ്യം. മോളെ, കൊച്ചൊന്ന് എണീറ്റല്ലോ, അത്രയും സമാധാനമായി. ഞാൻ പറയുമായിരുന്നു ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ. അപ്പൊ അവള് തിരിച്ചു ചോദിക്കുക അവളുടെ മോൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവുമെന്ന്. മോളെ, നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാകും. എനിക്കെന്റെ മോളെ വേണം. എനിക്കെന്റെ കുഞ്ഞിനെ വേണോ മാമ? നിന്റെ കുഞ്ഞിനെ 24 മണിക്കൂറിനകം നിന്റെ മടിയിൽ കൊണ്ട് വെച്ചു തരും നകുല്. നീ എന്ന് പറഞ്ഞ് കുട്ടിക്കാലം മുതലേ അവന് ജീവന. മനസ്സിന് തീ പിടിച്ച് പാഞ്ഞു നടക്കുക അവൻ. അതെ അതെ, കാല് വെന്ത പട്ടിയെ പോലെ. നായ്ക്കിരിക്കാനൊട്ട് നേരവും ഇല്ല, നായ് നടന്നാലൊട്ട് ഫലവും ഇല്ല. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. നീ കൂടുതൽ പഴഞ്ചൊല്ല് പറയണ്ട. ഓ, നിന്റെ കുഞ്ഞിന് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. എന്നിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് വേണം നീ വയലോരം വീട്ടിലേക്ക് പോകാൻ. എന്തിനു പോണം? അവിടെ പോയി ആ ദുഷ്ടനായ മനുഷ്യന്റെ കൂടെ പൊറുക്കാനോ? അതിന് നിന്നെ അമ്മമ്മ വിടുമോടി. ആ കുഞ്ഞിനെ കൊണ്ടുപോയി ആ ചതിയനെ കാണിച്ചിട്ട് പറയണം, താൻ തൻ്റെ പെങ്ങൾക്ക് കൊടുത്തുവിട്ട കുഞ്ഞിനെ ഞാൻ തിരിച്ചെടുത്തടോ എന്ന്. എൻ്റെ വീട്ടിലത് സുരക്ഷിതമായി വളരുമെന്നും എൻ്റെ അമ്മാമ്മയും അമ്മാമ്മയുടെ മോനും അതിനെ പൊന്നുപോലെ നോക്കുമെന്നും അതിനുവേണ്ടി ജീവിക്കുമെന്നും. അത് ശരി. ഇനിയിപ്പോ അതിനുവേണ്ടി കൂടി ജീവിക്കാൻ പോവാം. അപ്പൊ നമ്മുടെ ജീവിതം കട്ടപ്പുഴയുടെ അപ്പുറത്തെ പോകാം. നീ എന്തെങ്കിലും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, എന്നാ മഴയെന്ന് പറയായിരുന്നു. സീതേ, തോൽപ്പിച്ചവരുടെ മുമ്പിൽ ജയിക്കുമ്പോഴാ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത്. ആ ബാലൻ കുഞ്ഞിനെ കാണാൻ കൊതിയോടെ പിച്ചക്കാരനെ പോലെ വന്ന് ഈ മുറ്റത്ത് നിൽക്കും. മോള് കരച്ചിലൊക്കെ നിർത്തി ധൈര്യമായിട്ടിരിക്കും. നിന്റെ കുഞ്ഞ് വരുന്നതിനെ പറ്റി മാത്രം ഓർത്തിരിക്കും. അമ്മാമ്മ എന്നെ വെറുതെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നല്ലോ. ഈ കാര്യത്തിൽ ഞാൻ നിന്നോട് കള്ളം പറയുമോടി? നാളെ നേരം വിളക്കുമ്പോൾ നീ ചോദിക്കില്ലേ നിന്റെ കുഞ്ഞെവിടെയെന്ന്? ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ നിന്റെ കുഞ്ഞിനെ കിട്ടിയിരിക്കും. നാളെ കൂടി എന്റെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരിട്ടിറങ്ങുക എന്റെ കുഞ്ഞിനെ തേടി പിടിക്കാനായിട്ട്. എന്റെ ഭർത്താവെന്ന് പറയുന്ന ചതിയനെ കൊന്നിട്ടായാലും ഞാൻ പറയിപ്പിക്കും എന്റെ കുഞ്ഞെവിടെയാണെന്ന്. ബാലന് ചിലപ്പോ അറിയായിരിക്കും അല്ലേ വല്യണ്ണ? അറിയാതെ പിന്നെ അവനായിരിക്കും
അവർക്ക് ചിലപ്പോൾ വീടും കൂടെ തരമാക്കി കൊടുത്തിരിക്കുന്നത്. പേരും കൊള്ളൻ. മോളെ, നീ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പം ഞങ്ങൾക്കെല്ലാം വിഷമം. എനിക്കൊന്നും വേണ്ട മാമ. വേണമെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഞാൻ കാപ്പിയിട്ട് തിരിപ്പുണ്ട്, എടുക്കട്ടെ? അവൾക്ക് ചാകണമെന്ന് നിന്നോട് പറഞ്ഞു. അവളുടെ ഒരു കാപ്പി. ചാകണമെന്ന് തോന്നുമ്പോ പറയാം, നിന്റെ കാപ്പി കൊണ്ട് കൊടുത്താൽ മതി. വീണു പോകരുത്. ഞങ്ങളെക്കാൾ പഠിപ്പും ലോകവിവരവും ഉള്ളവളാ നീ. കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നും പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്നും മറ്റാരെക്കാളും നന്നായിട്ട് നിനക്കറിയാം. ഇവിടെ തളരുകയല്ല വേണ്ടത്, നിന്നെ ചതിച്ചവരോട് പകരം വീട്ടുക വേണ്ടത്. അതിന് മനസ്സിനെ പാകപ്പെടുത്തുക വേണ്ടത്.